സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ കന്യാകുമാരിയിൽ നിന്നും ബഹുമാന്യനായ കേരള മുസ്ലിങ്ങളുടെ അഭിമാനവും ആർജവുമായ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ കഴിഞ്ഞ 18ാം തീയതി ആരംഭിച്ച് എത്തിയ യാത്രയിൽ ഞാൻ നേരത്തെ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ചില അസ്വസ്ഥത കൊണ്ട് എത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഇതിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഈ ഒരു തൗഫീക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുപോലെ ഒരു മഹാ തൗഫീക്കായി ഞാൻ കാണുകയാണ്. കാരണം സമസ്ത എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ആരംഭിച്ചൊരു പ്രസ്ഥാനം കേരളീയ സമൂഹത്തിന് ഇത്രയും വലിയ ഒരു വിദ്യാഭ്യാസ ഒരു വീക്ഷണം, ഒരു സമാന്തര സർക്കാർ പോലെ 11,000-ൽ പരം മദ്രസ കേരള ലോകത്ത് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു മതസംഘടന ഇത്രയും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അതുകൂടാതെ നിരവധി മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതൊക്കെ ശക്തമായി ഇങ്ങനെ പോവുകയും അതിങ്ങനെ കേരളീയ സമൂഹത്തിൻ്റെ ഒരു സാംസ്കാരിക സംഘടനയായി ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നും, അതായത് ഇവിടെ നമുക്കറിയാമല്ലോ, എല്ലാ പരിവർത്തനവാദികളെയും കാണാനില്ലാത്ത രീതിയിൽ സമസ്ത എത്രമാത്രം വളർത്തി നമുക്ക് നേതൃത്വം തന്നു, അല്ലെ നമ്മളെ പഠിപ്പിച്ചു വിട്ടു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട്. ഈ സമ്മേളനം ഫെബ്രുവരിയിൽ നടക്കുമ്പോൾ അതൊരു മഹാ സംഭവമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അതിൻ്റെ ഒരു പാതി എന്ന് പറയും പോലെയാണ് കേരള സമസ്ത ജമിയത്തുൽ ഉലമ അതിനെ കൊണ്ടു നടന്നത്. ആ കാലം തൊട്ട് തന്നെ പ്രഗത്ഭരായ മഹാന്മാരായ പാങ്ങിൽ ഉസ്താദ് മുതൽ കുത്തുബി ഉസ്താദ് മുതൽ, അതുകൂടാതെ പതി പറവണ്ണ, അതുകൂടാതെ ഗണ്ണിയത്ത് ഉസ്താദ്, തങ്ങന്മാർ, ഷെയ്ഖ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ, പാണക്കാട് പൂക്കോയത്തങ്ങൾ തുടങ്ങിയ പലരും പ്രഗത്ഭരായ ആളുകൾ ഇങ്ങനെ അന്നേ കണ്ട സ്വപ്നം ഇന്നതൊരു മഹാസംഭവമായി മാറ്റാൻ കഴിഞ്ഞിരിക്കുകയാണ്. കേരളീയ സമൂഹത്തിന് അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനായിരുന്നാലും മതസംഘടനക്കായിരുന്നാലും 75 വർഷമായി അത് നേതൃത്വം കൊടുക്കുന്നത് സയ്യിദന്മാരാണ്. ഇന്നിതാ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അന്ന് വരക്കലിൽ തുടങ്ങി ഇന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങളിൽ എത്തുമ്പോൾ എന്തെന്ത് മാറ്റങ്ങളാണ് ഈ സമൂഹത്തിൽ, ആളുകൾക്ക് എന്ത് പ്രതീക്ഷയാണ് സമസ്തയോട്. എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുകയും അല്ലെങ്കിൽ നമുക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷമുണ്ട്. എനിക്ക് കുറച്ച് ദീർഘമായി കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു ചെറിയ പനിയായിരുന്നു, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. എല്ലാവിധ ആശംസകളും നേരെയാണ്. നമുക്ക് വേണ്ടത് ഈ കേരളീയ സമൂഹത്തിന്, അതായത് ഇന്ത്യയിൽ ഇത് ഒരു ശക്തമായ പ്രസ്ഥാനമായി അല്ലെങ്കിൽ